നാലു ചുറ്റും ശത്രുക്കളാണ് ഇസ്രായേലിന്. പക്ഷെ എല്ലാം കരുത്തു കുറഞ്ഞവർ. ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും യമനും ലെബനനും സിറിയയുമെല്ലാം ഇസ്രായേലിനെതിരെ തുടർച്ചയായി പോരാട്ടം നടത്തുന്നുണ്ട്. എന്നാൽ ആയുധബലം കൊണ്ട് ഈ ആക്രമണങ്ങളെല്ലാം അതിജീവിക്കാൻ ഇസ്രായേലിന് കഴിയുന്നുണ്ട്. ഇറാനാണ് ഇസ്രായേലിനെ കുറച്ചെങ്കിലും മെരുക്കാൻ ശേഷിയുള്ള രാജ്യം. എന്നാൽ പൂർണ്ണമായ യുദ്ധപ്രഖ്യാപനവുമായി ഇറാൻ മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ കരുത്തനായൊരു രാജ്യം, കരുത്തനായൊരു ശത്രു ഇസ്രായേലിനുണ്ടായിരിക്കുന്നു. അത് മറ്റാരുമല്ല, ലോകത്തെ ഏറ്റവും കരുത്തുള്ള രാജ്യം, ഏറ്റവും പ്രബലമായ രാജ്യം റഷ്യ തന്നെ. യുക്രൈന് ആയുധങ്ങൾ നൽകിയതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. 90 ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ഇസ്രായേലിൽ നിന്ന് പോളണ്ടിലേക്ക് അയച്ചതായും അവിടെ നിന്നത് യുക്രൈനിലേക്ക് കൈമാറുമെന്നും ആക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. റഷ്യൻ മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2024 ഏപ്രിലാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൽ നിന്ന് മിസൈലുകൾ യുക്രൈൻ ആവശ്യപ്പെട്ടത്. അമേരിക്കൻ എയർഫോഴ്സ് വിമാനങ്ങൾ വഴി യുക്രൈന് നൽകാനുള്ള മിസൈലുകൾ തെക്കൻ ഇസ്രായേലിലെ എയർബേസിൽ നിന്ന് നാറ്റോയുടെ ലോജിസ്റ്റിക് ഹബ്ബായ പോളിഷ് നഗരം റെസസോവിലേക്ക് അയച്ചതായാണ് ആക്സിയോസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. യുക്രൈന് ആയുധം നൽകുന്ന വിവരം ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾക്കായി അമേരിക്കയിലേക്ക് മിസൈലുകൾ എത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള ഇസ്രായേലിനെയും യുക്രൈനെയും പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ റിപ്പോർട്ടിൽ പക്ഷേ പ്രതികരിച്ചിട്ടില്ല. റഷ്യയും ഇതുവരെ ഔദ്യോഗികമായി പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. എന്നാൽ വിഷയത്തെ റഷ്യ അതീവ ഗൗരവത്തോടെയാണ് സമീപിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മിസൈലുകൾ അമേരിക്കയിലേക്ക് അയച്ചതായി ഇസ്രായേൽ വക്താവ് ആക്സിയോസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ അത് യുക്രൈന് കൈമാറിയോ എന്നറിയില്ല എന്നാണ് വക്താവിൻ്റെ പ്രതികരണം. റഷ്യ യുക്രൈൻ സംഘർഷം രൂക്ഷമായ ശേഷം ആദ്യമായാണ് ഇസ്രായേൽ യുക്രൈന് ആയുധങ്ങൾ നൽകുന്നത്. യുക്രൈന് മാനുഷിക സഹായം മാത്രമേ നൽകൂ എന്ന നയമാണ് ഇസ്രായേൽ തുടക്കം മുതൽ ഇതുവരെ സ്വീകരിച്ചിരുന്നത്. പുതിയ നീക്കം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേൽ യുക്രൈന് ആയുധങ്ങൾ നൽകിയതിനെക്കുറിച്ച് ഇറാനിലെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീക്കളിയാണ് ഇസ്രായേൽ നടത്തുന്നതെന്നാണ് ഇറാനിലെ മാധ്യമങ്ങളുടെ നിരീക്ഷണം. അറബ് രാജ്യങ്ങളിലെ മാധ്യമങ്ങളും ഈ ആയുധ വിതരണം അപകടകരമായ നീക്കമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷമുണ്ടായപ്പോഴും ഗസയിലും ലെബനനിലും ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോഴും ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചിരുന്നു റഷ്യ. എന്നാൽ ഒരിക്കലും നേരിട്ട് ഇടപെട്ടിരുന്നില്ല. പുതിയ സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ കടുത്ത പ്രതിരോധമുയർത്തി മുന്നോട്ടു പോകാൻ റഷ്യ ശ്രമിച്ചേക്കും. ഇറാനെ ശക്തമായി പിന്തുണയ്ക്കുന്ന രാജ്യമാണ് റഷ്യ. ഇനി ഇറാന് മാത്രമല്ല, ലെബനനും യമനും റഷ്യ ആയുധങ്ങൾ നൽകിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെ സംഭവിച്ചാൽ പശ്ചിമേഷ്യൻ സംഘർഷം സങ്കീർണമായ തലത്തിലേക്ക് ഉയരുമെന്നാണ് നിരീക്ഷകരുടെ മുന്നറിയിപ്പ്. ഇസ്രായേലിന് മാത്രമല്ല, അമേരിക്കയ്ക്കും അത് വലിയ ഭീഷണിയാവും. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ പോലും റഷ്യ ആക്രമിച്ചേക്കാമെന്നും വിലയിരുത്തലുകളുണ്ട്.